ഹലോ, അപ്പോൾ നമ്മൾ ജനിച്ച സ്ഥലം തേടിയുള്ളൊരു യാത്രയാണ്. ജനിച്ച സ്ഥലം എന്ന് പറയുമ്പോൾ നമ്മൾ ജനിച്ച ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ്. വേറൊന്നുമല്ല, നമ്മുടെ സർട്ടിഫിക്കറ്റിനകത്ത് കുറച്ച് മിസ്റ്റേക്സ് ഉണ്ട്. അപ്പോൾ അതൊന്ന് തിരുത്താൻ വേണ്ടിയിട്ട് നമ്മൾ പോവുകയാണ്. നമ്മൾ എത്തിയിരിക്കുകയാണ്, വേറെ എങ്ങുമല്ല, ജനറൽ ഹോസ്പിറ്റൽ മാവേലിക്കര. ഇവിടെയാണ് നമ്മൾ ജനിച്ചത്. ഞാനും എൻ്റെ അനിയത്തിയൊക്കെ ജനിച്ചത് ഇവിടെയാണ്. അപ്പോൾ നമ്മുടെ സർട്ടിഫിക്കറ്റിനകത്ത് കുറച്ച് മിസ്റ്റേക്സ് ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ വന്നത്. കുറച്ച് പേര് പറഞ്ഞു നമ്മൾ ഹോസ്പിറ്റലിൽ ഡയറക്റ്റ് പോയാൽ മാത്രമേ നമുക്കത് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് നമ്മൾ ഡയറക്റ്റ് ഹോസ്പിറ്റലിൽ വന്നു. ഹോസ്പിറ്റലിൽ വന്ന് തിരക്കി അവർ പറഞ്ഞു മുനിസിപ്പൽ ഓഫീസിൽ പോകണമെന്ന് പറഞ്ഞു. നമ്മൾ ഡയറക്റ്റ് മുനിസിപ്പൽ ഓഫീസിൽ വന്നു. അവിടെ ചെന്നപ്പോൾ അവർ പറയുന്നു അക്ഷയ സെൻറ്ററിൽ പോകണമെന്ന്. ഉണ്ടല്ലേ? അപ്പോൾ നമ്മൾ അക്ഷയ സെൻറ്റർ തിരക്കി നടന്നു. അപ്പോൾ അക്ഷയ സെൻറ്ററിൽ അവിടെ കറണ്ട് ഇല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്ത് തിരിച്ച് നമ്മൾ നമ്മുടെ വീടിനടുത്തേക്ക് തന്നെ വരാമെന്ന് കരുതി നമ്മൾ തിരിച്ചു വന്നു. അപ്പം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഓൾറെഡി അറിയാമായിരുന്നു ഓൺലൈൻ അപ്ലൈ ചെയ്താൽ മതി എന്നുള്ള കാര്യം നമുക്ക് അറിയാമായിരുന്നു. പക്ഷേ എന്നാലും ഒരു കൺഫർമേഷൻ വേണമല്ലോ. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ നേരെ ഹോസ്പിറ്റലിൽ പോയത്. അപ്പോൾ അവിടെ ചെന്ന് അന്വേഷിച്ചപ്പോൾ ഇതാണ് സംഭവം, ഇങ്ങനെയാണെന്ന് മനസ്സിലായി. നമ്മൾ ഡയറക്റ്റ് വന്നിട്ട് നമ്മൾ അക്ഷയ സെൻറ്ററിലേക്ക് യാത്ര ചെയ്തു. അപ്പോൾ വരുന്ന വഴിക്ക് നമ്മളാണെങ്കിൽ ഒരു കടയിൽ കയറി. ഈ കട ഞങ്ങൾക്ക് അറിയാവുന്ന ഒരു കട തന്നെയാണ്. അപ്പം ഞങ്ങളുടെ അച്ഛൻ എപ്പോഴും വൈകുന്നേരം ഞങ്ങൾക്ക് കഴിക്കാനായിട്ട് മേടിച്ചുകൊണ്ട് തരുന്ന ഒരു ചിക്കൻ സമോസ അവിടെ കിട്ടും. അത് കരുതിയാൽ ചെന്നത്, പക്ഷെ ഞങ്ങൾ ചെന്ന സമയം കറക്റ്റ് അല്ലായിരുന്നു. കാരണം ചിക്കൻ സമോസയ്ക്കുള്ള ടൈം ആയിട്ടില്ല. അപ്പോൾ ഞങ്ങൾ വേറെ കുറച്ച് പലഹാരങ്ങളൊക്കെ മേടിച്ചിട്ട് ഞങ്ങൾ നേരെ അക്ഷയ സെൻറ്ററിലേക്ക് യാത്രയായി. അപ്പോൾ അങ്ങനെ അക്ഷയ സെൻറ്റർ ഗുഡ് ബൈ പറഞ്ഞിട്ട് നേരെ നമ്മുടെ നിയറസ്റ്റ് അക്ഷയ സെൻറ്ററിലേക്കുള്ള യാത്രയായി. അപ്പോൾ വരുന്ന വഴിക്ക് നമ്മൾ കണ്ടൊരു കാഴ്ചയാണിത്. നമ്മുടെ വീടിനടുത്തുള്ള അക്ഷയ സെൻറ്ററിലെത്തി. അപ്പോൾ അവിടെ വന്നിട്ട് ഒരു ചെറിയൊരു അക്ഷയ സെൻറ്ററായിട്ട് അവർ പറഞ്ഞു അവിടെ അത് ചെയ്യാൻ പറ്റൂല. അപ്പോൾ നമ്മൾ വീണ്ടും വണ്ടി എടുത്തിട്ട് കുറച്ചുകൂടി നമ്മൾ പോയപ്പോഴത്തേക്ക് വേറെ അക്ഷയ സെൻറ്റർ കണ്ടു. അത് നമ്മളുടെ സിറ്റിക്ക് അടുത്ത് തന്നെ ഉള്ളതാണ്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ അവിടെ അത് ചെയ്യുമെന്ന് പറഞ്ഞു. പക്ഷേ അവിടെ തിരക്കായതുകൊണ്ട് ഇന്ന് ചെയ്യാൻ പറ്റത്തില്ല, നാളെ വരും മക്കളെ എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ അതുകൊണ്ട് തന്നെ അവിടുന്ന് ടാറ്റാ ബൈ ബൈ പറഞ്ഞ് വണ്ടി എടുത്തുകൊണ്ട് നാളെ ചെല്ലാമെന്ന് പറഞ്ഞിട്ട് അവിടുന്ന് കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് എന്തൊക്കെ കൊണ്ടു ചെല്ലണം എല്ലാ കാര്യങ്ങളും അന്വേഷിച്ച് നമ്മൾ ഡയറക്റ്റ് നമ്മുടെ വീട്ടിലേക്ക് യാത്രയായി. അപ്പോൾ വീട്ടിലേക്ക് നമ്മളിതാ എത്തിയിരിക്കുകയാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ, സീ യു, താങ്ക് യു.